ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ മനസ്സ് സമ്പത്ത് സമൃദ്ധി എന്ന സീരീസിലെ പാർട്ട് 7 പാർട്ട് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്ലേലിസ്റ്റിലുണ്ട്. കാണാത്തവർ ഫസ്റ്റ് മുതലേ കാണുക. എങ്ങനെ ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്താം? നിങ്ങൾക്കും നിങ്ങളുടെ ഗോളിനും ഇടയിലായി നിൽക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ. കുറേ വീഡിയോസിലായി നമ്മൾ പണത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, എന്തിനാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പണത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്ന്. ഈ ലോകത്ത് ഭൗതികമായ ഒരുപാട് വസ്തുക്കൾ നേടുന്നതിന് പണം അത്യാവശ്യമാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരാൻ ഈ ഭൗതിക വസ്തുക്കൾക്ക് കഴിയുമോ എന്ന ചോദ്യം നിങ്ങളിൽ പലർക്കുമുണ്ടാകാം. ഈ ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം സാധിക്കും എന്ന് തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ ആഗ്രഹിക്കുന്ന ഭൗതിക വസ്തുക്കൾ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാനായി നമുക്ക് കഴിയും. കാരണം നാം ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുന്നത് നമ്മുടെ വിജയവും നേട്ടവുമാണ്. ഓരോ വിജയവും നമുക്ക് തരുന്നത് അഭിമാനവും കൂടുതൽ കരുത്തോടെ മുന്നേറാനുള്ള ഊർജമാണ്. ശരിയല്ലേ? ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതുണ്ടോ എന്ന സംശയം നിങ്ങൾക്കുണ്ടാകും. വിലയേറിയ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ നിരവധി പേർക്ക് മനസ്സിൽ കുറ്റബോധം തോന്നാറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ആർഭാടമായി ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഇത്രയേറെ പണം ചെലവഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് നമ്മെ ചുറ്റുമുള്ളവർ കുറ്റപ്പെടുത്താറുണ്ട്. കുട്ടിക്കാലം മുതലേ വലിയ ആഗ്രഹങ്ങളെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കണമെന്നാണ് നമ്മോട് മുതിർന്നവർ പോലും ഉപദേശിച്ചിട്ടുള്ളത്. പലരും നമ്മോട് പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും കാണണ്ട, വലിയ ആഗ്രഹങ്ങളൊന്നും വേണ്ട, നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ മുതിർന്ന ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? 99% പേരുടെ ഉള്ളിലും ഈ ഒരു പരിമിതമായ ഒരു വിശ്വാസമുണ്ട്, അതായത് ലിമിറ്റിംഗ് ബിലീഫ്. അതുകൊണ്ട് തന്നെ പണം ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഉള്ളിലെ ഈ വിശ്വാസം ഉണരുകയും കുറ്റബോധം തോന്നുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടി സമൃദ്ധിയുടെ മനോഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്നാണ് ബോധപൂർവം ശ്രമങ്ങൾ ഉണ്ടാകേണ്ടത്. ഇനി നേരത്തെയുള്ളൊരു ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത് ശരിയാണോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നന്മയുടെ വഴിയിലൂടെ നേരായ മാർഗത്തിലൂടെ നേടിയ പണം ഉപയോഗിച്ച് ഏറെ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ കാര്യങ്ങൾ സ്വന്തമാക്കുന്നതിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഓരോരുത്തരും അവരവരുടെ വരുമാനത്തിന് ആനുപാതികമായി മാത്രം ചെലവഴിക്കാൻ പഠിക്കണം. നമ്മുടെ വലിയ ആഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ നമ്മുടെ വരുമാനം അതിനനുസരിച്ച് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. പലരും പണം ചെലവഴിക്കുന്നത് മറ്റുള്ളവരെ നോക്കിയിട്ടാണ്. വീട് വയ്ക്കുമ്പോൾ അയൽക്കാരനേക്കാൾ വലിയ വീട് വെക്കണം, കാർ വാങ്ങുമ്പോൾ സുഹൃത്തിനേക്കാൾ വിലയേറിയ കാർ വാങ്ങണം, വീട്ടിൽ ചടങ്ങുകൾ വയ്ക്കുന്ന സമയത്ത് ഏറ്റവും ആർഭാടമായി ചെയ്യണം തുടങ്ങിയ മനോഭാവമാണ് തെറ്റായി മാറുന്നത്. എന്നാൽ ഇതിനൊക്കെ വേണ്ടി പണം ചെലവഴിക്കുന്നത് കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടോ ആകാം. ഈ സാഹചര്യങ്ങളിൽ സ്വയം ചോദിക്കേണ്ട ചോദ്യം, ഞാൻ പണം ചെലവഴിക്കുന്നത് എൻ്റെ വരുമാനത്തിന് ആനുപാതികമായിട്ടാണോ എന്നതാണ്. ആർഭാടങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണത്തിൽ നിന്ന് മാത്രം ചെലവഴിക്കുക. ആർഭാടങ്ങൾ ഒരിക്കലും കടം വാങ്ങിയിട്ടോ വായ്പ എടുത്തിട്ടോ ചെയ്യാൻ പാടില്ല എന്ന് താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾ? ഒരു വീട്, ഇഷ്ടപ്പെടുന്ന കാർ, വിലയേറിയ വാച്ച്, ഫോൺ, വിദേശയാത്ര എന്നിങ്ങനെ പോകുന്നു, അല്ലേ? അപ്പോൾ ഇതെല്ലാം ഒരു ബുക്കിൽ 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതുക. അവയിലേക്ക് എത്തുന്നതിന് വേണ്ടി അഫർമേഷൻസ് ഉപയോഗിക്കുക. ഈ അഫർമേഷനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഉടനെ തന്നെ തയ്യാറാക്കും. ആ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുത്ത് കഴിഞ്ഞാലുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, ആ ഒരു ഫീലിങ്സ്, അത് നിങ്ങൾ എഴുതുന്ന സമയത്ത്
ആ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുക. നിങ്ങളുടെ മനസ്സിന് താങ്ങാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ മാത്രം സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കില്ല. ഏത് വലിയ സ്വപ്നവും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. പക്ഷേ അതിന് പരിധിയൊന്നുമില്ല. അവ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന സാഹചര്യം നമ്മിലേക്ക് വരുമ്പോൾ ഏതൊരു വലിയ ആഗ്രഹവും സ്വന്തമാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് നിങ്ങൾക്ക് അവകാശപ്പെട്ട തന്നെയാണ്. പക്ഷേ അത് നേടുന്നത് എങ്ങനെയായിരിക്കണം? നന്മയിലൂടെ, നേരായ മാർഗത്തിലൂടെ, നേടിയ പണം ഉപയോഗിച്ചായിരിക്കണം എന്ന് മാത്രം. ഉദാഹരണത്തിന്, നിങ്ങൾ ഏറെ ആഗ്രഹിച്ചതുപോലെ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. ആ വീട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാകുന്നു. മനസ്സ് വെച്ചാൽ എന്തും നടക്കുമെന്ന ധൈര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. നിങ്ങളുടെ വലിയ ഗോളുകളിലേക്ക് പോകാനുള്ള ഊർജം കൂടിയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഒരു പടിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ വിലയേറിയ ഒരു പേന സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കാം. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ എഴുതാൻ കഴിയും. നിങ്ങളുടെ വിഷൻ ബോർഡ് പോലും തയ്യാറാക്കുന്നത് ഈ പേന ഉപയോഗിച്ചായിരിക്കും. കണ്ടില്ലേ? ചെറിയൊരു പേനയ്ക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ ചെലുത്താൻ കഴിയുന്ന ഒരു സ്വാധീനം. അതുപോലെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് നേടിയ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏറെ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രകൾ ആത്മവിശ്വാസത്തോടെ നടത്താൻ ഈ വാഹനം നിങ്ങളെ സഹായിക്കും. എത്ര സന്തോഷത്തോടെയും ധൈര്യത്തോടെയും ആയിരിക്കും നിങ്ങൾ ആ കാറിൽ ക്ലയൻറ്റിനെ കാണുന്നതിന് വേണ്ടി പോകുന്നത്. അതേ വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രക്കിടയ്ക്ക് നാം നേടിയെടുക്കുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾ പോലും നമുക്ക് ഊർജം പകർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു സ്വപ്നവും വേണ്ടെന്ന് വെക്കേണ്ടതില്ല. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്യേണ്ടത് എന്ന് പറയാം. അതായത് വലിയ ഗോളുകളിലേക്ക് എത്താനുള്ള 4 വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ ഗോളുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നാം ഒരു പ്രധാനപ്പെട്ട 4 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. 1. ഗോളുകൾ അതിവേഗം നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇപ്പോൾ വിലയേറിയ കാർ വേണമെന്നതല്ല നിങ്ങളുടെ സ്വപ്നം, മറിച്ച് ഏത് ബ്രാൻഡിൽ, ഏത് മോഡലിൽ, ഏത് നിറത്തിലുള്ള കാർ, ഇങ്ങനെ വ്യക്തമായ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ കാറിൻ്റെ ഇൻറ്റീരിയർ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയണം. കാറിൻ്റെ മാത്രമല്ല, നിങ്ങളുടെ സ്വപ്ന വീട്, ആഗ്രഹിക്കുന്ന യാത്ര തുടങ്ങിയ ഏത് ലക്ഷ്യത്തിലും ഇത്തരത്തിലുള്ള വ്യക്തത നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു വിദേശയാത്രയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ എവിടേക്കാണ് യാത്ര പോകേണ്ടത്, അവിടെ ചെന്നിട്ട് കാണുന്ന സ്ഥലങ്ങൾ, നിങ്ങളുടെ കൂടെ ആരാണ് യാത്ര ചെയ്യുന്നത് എന്ന് തുടങ്ങി നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം പോലും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇനി 2, ഗോൾ എഴുതിയിരിക്കുന്ന ബുക്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നടക്കാൻ സഹായിക്കുന്ന അഫർമേഷൻസ് എഴുതി വയ്ക്കുക. അവ എല്ലാ ദിവസവും എത്രത്തോളം നിങ്ങൾക്ക് ആവർത്തിക്കാൻ കഴിയുമോ അത്രത്തോളം ചെയ്യുക. രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി 3, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നാം ഒരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, സമകാലിക ശൈലിയിലുള്ളൊരു വീടാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങളുടെ യാത്രയിലുടനീളം അത്തരത്തിലുള്ള വീടുകൾ നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫീഡുകൾ അത്തരത്തിലുള്ള വീടുകളെ കൊണ്ട് നിറയും. അതുപോലെ തന്നെയാണ് ഏതൊരു സ്വപ്നവും. ഇത്തരത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഉദാഹരണത്തിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാർ വഴിയിൽ കാണുമ്പോൾ യെസ് 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 എന്ന് പറഞ്ഞുകൊണ്ട് അത് കിട്ടിയെന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഗോൾ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഏതൊരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ അതിലേക്കുള്ള പ്രധാന പടി അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞു എന്ന രീതിയിലുള്ള അനുഭവത്തിൽ ജീവിക്കുക. ഇപ്പോൾ കാറാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ആ കാറിൽ യാത്ര ചെയ്യുന്നതും അതിൽ നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകുന്നതും കുടുംബത്തോടൊപ്പം വിനോദയാത്ര പോകുന്നതൊക്കെ മനസ്സിൽ കാണുക. അതുപോലെ നിങ്ങൾ സ്വപ്നം കാണുന്ന വീട്ടിൽ നിങ്ങൾ നല്ല നിമിഷങ്ങൾ ചെലവഴിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്.
അതായത് വെൽത്ത് ഗോളുകൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രാപ്തിയെക്കുറിച്ച്, നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷനെ, ഇപ്പോഴുള്ള സ്ഥിതിയെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. അതായത് നിങ്ങളുടെ ഇപ്പോഴുള്ള സമ്പത്ത്, ജോലി, ജീവിതാവസ്ഥ, കടബാധ്യത, പ്രശ്നങ്ങൾ, ഇതൊന്നും ചിന്തിക്കരുത്. നിങ്ങൾക്കിപ്പോൾ സ്വന്തമായൊരു വരുമാനം പോലും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. എന്നാൽ ഒരിക്കലും ഇതൊക്കെ ആഗ്രഹിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന അബദ്ധത്തിൽ പോലും പറയാൻ പാടില്ല. അതുപോലെ ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവത്തിലും മാറ്റം വരുത്തണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ സ്വന്തമാക്കുമെന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. സ്വന്തം ആഗ്രഹങ്ങളെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയോ നെഗറ്റിവിറ്റിയോ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ആഗ്രഹങ്ങൾ നേടാൻ എനിക്ക് കഴിയും, അതിനുള്ള പ്രാപ്തിയും അർഹതയും എനിക്കുണ്ട് എന്ന് നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഈ പ്രപഞ്ചത്തിൽ സമൃദ്ധി നിറഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ള ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടതാണ് ഈ സമൃദ്ധി. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ആയിരിക്കണം ഓരോ ദിവസവും മുന്നോട്ട് പോകേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഓരോ ദിവസവും നിങ്ങൾ ആയിരിക്കേണ്ടത്. ഒരു ഗോളും ആഗ്രഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് ഗോൾ എന്നാൽ വ്യക്തമാണ്, എഴുതപ്പെട്ടതാണ്, അളക്കാവുന്നതാണ്, നിശ്ചിതമാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബ്രിയാൻ ട്രേസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അദ്ദേഹം ഗോൾസ് എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ. അതിൽ ഇങ്ങനെ, അതായത് നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് അദ്ദേഹം നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് എത്തേണ്ടത് എന്നത് ഗോൾ സെറ്റിങ്ങിലൂടെ എങ്ങനെ സാക്ഷാത്കരിക്കുമെന്നാണ് അദ്ദേഹം തൻ്റെ ആ പുസ്തകത്തിലൂടെ പറയുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വ്യക്തത വരുത്തിയും നമ്മെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടും പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ടും ഗോളിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടുമൊക്കെ അതിലേക്ക് എത്താനുള്ള വഴികൾ പറഞ്ഞു തരുന്ന ഗോൾസ് എന്ന പുസ്തകം നിങ്ങൾ ഉറപ്പായും വായിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഭൗതിക വസ്തുക്കൾക്ക് സന്തോഷം തരാൻ കഴിയും, അല്ലേ? ഞാൻ കരുതും ഭൗതിക വസ്തുക്കൾക്ക് സന്തോഷം തരാൻ കഴിയില്ലെന്ന്. പക്ഷേ തരാൻ കഴിയും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നാം ഏറെ ആഗ്രഹിക്കുന്ന ഭൗതിക വസ്തുക്കൾ സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷം നിറയ്ക്കാൻ കഴിയും. ഓരോ ചെറിയ വിജയവും നേട്ടവും നമുക്ക് തരുന്നത് അഭിമാനവും കൂടുതൽ കരുത്തോടെ മുന്നേറാനുള്ള ഊർജ്ജമാണ്. ശരിയല്ലേ? നമ്മെ പരിമിതപ്പെടുത്തുന്ന, അതായത് നമ്മെ മനസ്സിനെ ഉൾവലിക്കുന്ന ലിമിറ്റിംഗ് ബിലീഫ്സ്, അതിൽ നിന്നും മോചനം നേടി സമൃദ്ധിയുടെ മനോഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു തന്നെ ഉണ്ടാകണം. നിങ്ങൾ നന്മയുടെ വഴിയിലൂടെ, നേരായ മാർഗത്തിലൂടെ നേടിയ പണം ഉപയോഗിച്ച് ഏറെ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ കാര്യങ്ങൾ സ്വന്തമാക്കുന്നതിലും അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നതിലും ഒരു തെറ്റുമില്ല. പക്ഷേ ഓരോരുത്തരും അവരവരുടെ വരുമാനത്തിന് ആനുപാതികമായി മാത്രം ചെലവഴിക്കാൻ പ്രത്യേകം പഠിക്കുക. നിങ്ങളുടെ ഗോളുകൾ നമ്പറിട്ട് ബുക്കിലെഴുതാൻ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നടക്കാൻ സഹായിക്കുന്ന അഫർമേഷൻസ് നിങ്ങൾ എഴുതി വയ്ക്കുക. ഈ അഫർമേഷൻസ് 2 പ്രാവശ്യമെങ്കിലും ആവർത്തിക്കുക. അഫർമേഷനെ കുറിച്ച് നമ്മൾ ഉറപ്പായൊരു വീഡിയോ കൂടെ ചെയ്യുന്നതാണ്. ഓൾറെഡി എൻ്റെ ചാനലിൽ അഫർമേഷനെ കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മണി അഫർമേഷൻസ് എന്നുള്ളത് പ്രത്യേകം തന്നെ പ്ലേലിസ്റ്റിലുണ്ട്, അത് കാണുക. ഇനി വെൽത്ത് ഗോളുകൾ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രാപ്തിയെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. എനിക്ക് പണമില്ലല്ലോ, എൻ്റെ ബാങ്ക് ബാലൻസ് 0 ആണല്ലോ, പറയുന്നത്രയും എനിക്ക് അർഹതയുണ്ടോ എന്നുള്ള ചിന്തയൊന്നും പാടില്ല. എൻ്റെ ആഗ്രഹങ്ങൾ നേടാൻ എനിക്ക് കഴിയും, അതിനുള്ള പ്രാപ്തിയുണ്ട്, അർഹത എനിക്കുണ്ട് എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. അതുപോലെ നിങ്ങളുടെ ഗോളുകളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണുമ്പോൾ യെസ് 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 എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്കും ലഭിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണം. അല്ലാതെ നമ്മൾ അസൂയ മൈൻഡ് സെറ്റ് വെച്ച് നിന്നാൽ ഒരിക്കലും നിങ്ങൾക്കത് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ മറ്റുള്ളവർക്കത് ലഭിക്കുന്ന സമയത്ത് നമ്മളതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മനസ്സിനെ പറഞ്ഞ് യെസ് 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 എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. അടുത്തത് ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയതുപോലെയുള്ള അനുഭവത്തിൽ ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയ അടുത്ത പടി. അപ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞാലുള്ള ഹാപ്പിനെസ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ സാരാംശം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.